പ്രിയപ്പെട്ട എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഈ എപ്പിസോഡിലേക്ക്. നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രത്യേകമായിട്ടൊരു കാര്യമാണ് വളർന്നു വരുന്നവരെ ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കുക എന്നുള്ളത്. അതായത് അസൂയ, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ, തെറ്റായ ജീവിതത്തെ തെറ്റ് എന്ന് പറയുന്ന വ്യക്തികളെ ഞാനത് വെറുതെ വിടില്ല, അവരെ നശിപ്പിച്ചേ അടങ്ങും. ഇത് പുതുമയൊന്നുമല്ല, സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗുരു തന്നെയായ ഈശോ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വിധേയപ്പെട്ട വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനായി അവതരിച്ച ദൈവമായിട്ടാണ്. കേവലം ഒരു മനുഷ്യനല്ല, അത് ദൈവമാണ് എന്ന് തന്നെയല്ല, ഈശോയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതാൻ നമുക്ക് പ്രയാസമാണ്. കാരണം ദൈവമാണ്, ദൈവത്തിന് തെറ്റ് ചെയ്യാൻ കഴിയില്ല, പാപം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും ശരി തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷേ ആ ശരിയായ കാര്യത്തെ എങ്ങനെയാണ് അവിടുത്തെ സമകാലികരായ നേതാക്കന്മാർ മനസ്സിലാക്കിയത്, അതിനെ വീക്ഷിച്ചത്? നമുക്കറിയാം, ലാസറിൻ്റെ പുനർജീവനം ബഥാനിയയിൽ വെച്ച് അതങ്ങ് കഴിഞ്ഞതോടുകൂടി ഈശോയുടെ പിന്നാലെ പോകാൻ, അവനിൽ വിശ്വസിക്കാൻ ധാരാളം പേര് മുന്നോട്ട് വന്നു. ഇത് കണ്ട പുരോഹിതന്മാരും യഹൂദ പ്രമാണികളും പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആളുകളെല്ലാം അവൻ്റെ പിന്നാലെ പോകും, നമ്മുടെ രാജ്യത്തെ റോമാക്കാർ വന്ന് കീഴ്പ്പെടുത്തി നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അതുണ്ടാവാതിരിക്കണം. അങ്ങനെ നശിപ്പിക്കുമ്പോൾ നമ്മുടെ അധികാരവും നഷ്ടപ്പെടും. അതിനെ തടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ നമ്മൾ തടുക്കണം. അതിനവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം, പറ്റിയ മാർഗം അതാണ്. അപ്പോൾ ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടല്ല ശിക്ഷിക്കപ്പെട്ടത്, തെറ്റ് ചെയ്തിട്ടല്ല ക്രൂശിക്കപ്പെട്ടത്. നേരെ മറിച്ച് തെറ്റിനെ തെറ്റ് എന്ന് വിളിച്ചത് കൊണ്ടാണ്, തെറ്റിനെ തെറ്റ് എന്ന് വിളിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കുമ്പോൾ, നിങ്ങൾ ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കപടഹൃദയത്തിലേക്ക്, പാപപങ്കിലമായ ഹൃദയത്തിലേക്ക് ജ്ഞാനം കയറുകയില്ല. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്, ശരിയായ കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് അത് അന്നത്തെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് പ്രവേശിച്ചില്ല എന്ന് നമ്മൾ പരിചിന്തനം ചെയ്യേണ്ടതാണ്. ഇത് അന്നും ഇന്നുമൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെയൊക്കെ മനസ്സിൽ ദുശ്ചിന്ത നിറഞ്ഞു നിന്നാൽ, കാപട്യം നിറഞ്ഞു നിന്നാൽ, തിന്മ നിറഞ്ഞു നിന്നാൽ പിന്നെ നമുക്ക് നന്മ സ്വീകരിക്കാൻ കഴിയില്ല, ജ്ഞാനം സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? എന്നെ ഇപ്രകാരം ശാസിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. വാസ്തവത്തിൽ എന്തിനാണ് ഈ മഹാപുരോഹിതനും മറ്റ് പുരോഹിതന്മാരും അതുപോലെ ഫരിസേയരുമൊക്കെ ചേർന്ന് ഈശോയെ കൊല്ലാൻ തീരുമാനിച്ചത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, റോമാക്കാർ വന്ന് അവരുടെ രാജ്യത്തെയും അവരുടെ അധികാരത്തെയും ഇല്ലായ്മ ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു വേവലാതി കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ട് വ്യാജമായ ആരോപണങ്ങൾ ഈശോയ്ക്കെതിരെ ഉന്നയിക്കുകയാണ്. അവിടെ അവർക്ക് വാസ്തവത്തിൽ അവരുടെ വിശ്വാസത്തെ പോലും തള്ളിപ്പറയാൻ യാതൊരു സങ്കോചവുമുണ്ടായില്ല എന്നുള്ളതാണ് സത്യം.
നിങ്ങളുടെ രാജാവ്, യൂതന്മാരുടെ രാജാവ് ദേ നിൽക്കുന്നുവെന്ന് പീലാത്തോസ് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി പറയുന്നൊരു കാര്യമുണ്ട്, അവനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് സീസർ അല്ലാതെ വേറെ രാജാവില്ല. നിങ്ങൾ ഓർക്കണം, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവമല്ലാതെ വേറൊരു രാജാവ് അവർക്കുണ്ട് എന്ന് പറയുന്നത് വലിയ ദൈവദൂഷണമാണ്. പക്ഷേ ഈ ഈശോയെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും പിന്നെ അവർക്ക് പ്രശ്നമല്ല. ഞങ്ങൾക്ക് സീസർ അല്ലാതെ വേറെ രാജാവില്ല. അവരുടെ തന്നെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ആത്മവഞ്ചന ചെയ്തുകൊണ്ടാണ് അവരത് പറയുന്നത്. ഒരിക്കലും യഹൂദൻ പറയരുതാത്ത കാര്യം, സീസറല്ലാതെ ഞങ്ങൾക്ക് രാജാവില്ല. അതുപോലെ തന്നെ കള്ള ആരോപണങ്ങൾ, ഇവൻ രാജാവാകണമെന്ന് പറഞ്ഞു. രാജാവാകണമെന്ന് ഈശോ പറഞ്ഞില്ല. തന്നെ രാജാവാക്കാനായിട്ട് ആളുകൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സീസറിന് നികുതി കൊടുക്കരുതെന്ന് ഇവൻ പറഞ്ഞു. നികുതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നത്, പത്രോസെ, ആരാണ് നികുതി കൊടുക്കേണ്ടത്? മക്കളല്ലല്ലോ, നമ്മൾ മക്കളാണ്, എങ്കിൽ പോലും നിയമം പാലിക്കാൻ വേണ്ടി നീ ആ നികുതി കൊടുക്കണം എന്ന് പറഞ്ഞ് നികുതി കൊടുക്കാൻ പത്രോസിനെ പ്രേരിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന ഈശോയെ പറ്റിയാണ് പറയുന്നത്, ഇവൻ നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ ഇതെല്ലാം കള്ള ആരോപണങ്ങളാണ്. ഈ കള്ള ആരോപണങ്ങൾ നമ്മുടെ പ്രാപ്തിക്കായിട്ട് എന്നും എക്കാലവും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കള്ളസാക്ഷ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പീലാത്തോസിന് മുമ്പിൽ ഈശോ ഏൽപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് പീലാത്തോസിന് മനസ്സിലായി ഇത് കള്ളസാക്ഷ്യമാണെന്ന്. പക്ഷെ അവർ സമ്മതിക്കുകയില്ല. അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പീലാത്തോസ് ഈശോയെ കുരിശിൽ തറയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നത്. ചുരുക്കത്തിൽ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ എപ്പോഴും ഈ പീഡനങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് പൗലോസിനെ പറയുന്നത്, കർത്താവിനോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും പീഡിപ്പിക്കപ്പെടുമെന്ന് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്നാൽ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. അവിടെ പൊത്തിഫാറിൻ്റെ ഭാര്യ ജോസഫിനെ കയറി പിടിച്ചിട്ട് അവസാനം ജോസഫ് തെറ്റ് ചെയ്യാൻ മനസ്സാകാതെ തൻ്റെ മേലങ്കി പോലും ഉപേക്ഷിച്ചിട്ട് ഓടുമ്പോൾ ആ മേലങ്കിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പൊത്തിഫാറിൻ്റെ ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഈ ഹെബ്രായ ചെറുക്കൻ, നീ കൊണ്ടുവന്നു തന്ന ഹെബ്രായ ചെറുക്കൻ എൻ്റെ കിടപ്പുമുറിയിൽ പ്രവേശിച്ച് എന്നോടുകൂടി കിടക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ജോസഫ് സ്വപ്നത്തിൽ ചിന്തിക്കാത്ത വ്യക്തിയാണ് അങ്ങനെ. എന്ന് മാത്രമല്ല, തൻ്റെ യജമാനനെ ഒരിക്കലും വഞ്ചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫ് ഓടിയത്. പക്ഷേ ജോസഫിനെതിരെ ആരോപണം വരുന്നത് എന്താണ്? സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഈ സ്ത്രീ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റനേക സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സൂസന്നായുടെ കഥ നിങ്ങൾക്കറിയാം. വളരെ രസകരമായ കാര്യമാണ്. സൂസന്ന എന്ന് പറയുന്ന ആ ഹെബ്രായ സ്ത്രീയെ, വളരെ സുന്ദരിയായ അവളെ വേണം, ഭാര്യയാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന രണ്ട് ന്യായാധിപന്മാർ സമൂഹത്തിൽ ന്യായം വിധിക്കുന്നവരാണ്. പക്ഷെ അവർ പോലും ഈ സൂസന്നായെ പിടിക്കാൻ വേണ്ടിയിട്ട് വ്യാജം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൂന്തോട്ടത്തിലേക്ക് കയറിയ അവൾ കുളിക്കാൻ പോകുന്ന അവളുടെ പിന്നാലെ ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട്, ഈ രണ്ട് ന്യായാധിപന്മാർ പോയിട്ട് അവളെ ഒച്ച വെക്കുമ്പോൾ നേരെ തിരിച്ച് അവൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അവളെ കൊല്ലാനായിട്ട് വീണ്ടും വിധി പ്രസ്താവിക്കാൻ വരുന്ന രണ്ട് ന്യായാധിപന്മാർ അവസാനം പ്രത്യേകമായി ദൈവത്തിൻ്റെ ഇടപെടലുകൊണ്ട് ദാനിയേലാണ് അവരെ രക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തിന്മ എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്താൽ എന്നും നമുക്ക് എതിർപ്പുകൾ, പീഡനങ്ങൾ, ചിലപ്പോൾ അത് കൊന്നുകളഞ്ഞെന്ന് തന്നെ വരാം നമ്മളെ. ഇതെല്ലാം സാധ്യമാണ്. സമൂഹത്തിൽ നമുക്കറിയാം മദ്യപാനം. ഈ മദ്യപാനത്തിനെതിരെ സമരം ചെയ്യുന്നവരെ ഏത് വിധേനയും അത് വിൽക്കുന്നവർ നശിപ്പിക്കാൻ ശ്രമിക്കും, കള്ളക്കേസിൽ കൊടുക്കും. കാരണം അവർക്കതൊന്നും പ്രശ്നമേ അല്ല. തിന്മയ്ക്ക് അടിപ്പെട്ടവർക്ക് പിന്നെ വേറെ തിന്മ ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് ചെറിയ കള്ളന്മാർ കാലക്രമത്തിൽ വലിയ കള്ളന്മാരും വലിയ കൊലപാതകളൊക്കെ ആയി മാറുന്നത്. ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കട്ട് പിന്നെ അവർക്ക് വലുതാകുമ്പോൾ അവരുടെ മനസാക്ഷി ചത്തു കഴിഞ്ഞു. എന്ത് കാര്യവും മോഷ്ടിക്കാനായിട്ട് അവർക്ക് യാതൊരു വിഷമവുമില്ല. നമ്മൾ പത്രത്തിൽ കാണുന്ന ചില വലിയ കുപ്രസിദ്ധരായിട്ടുള്ള കള്ളന്മാരുണ്ട്. അവർക്കിതൊരു പ്രശ്നമേ അല്ല. അവർക്കതൊരു ഹരമാണ്, ഒരു ഹോബി പോലെയാണ്. കട്ടില്ലെങ്കിൽ അവർക്ക് ഇരിക്കത്തില്ല. ചുരുക്കത്തിൽ അത് നമ്മുടെ സ്വഭാവമായി മാറുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും എന്ന് വിചാരിച്ച് നമുക്ക് നന്മ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് ജഡ്ജിമാർ, അവർ ശരിയായ രീതിയിൽ വിധിക്കാൻ തുടങ്ങുമ്പോൾ
സ്വാഭാവികമായിട്ട് അവർക്കെതിരെ ഭീഷണികൾ വരും. എനിക്കെതിരെ വിധി വന്നാൽ നിന്നെ ഞാൻ തട്ടിക്കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ന് വിചാരിച്ച് അവർക്ക് ശരിയായ രീതിയിൽ വിധിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർ ന്യായാധിപന്മാരാണ്, അവരതുപോലെ ചെയ്തേ മതിയാകൂ. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യാനിയുടെ ധൈര്യമെന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെന്ത് വേണം? നമുക്ക് ഈ ജ്ഞാനമുണ്ടാകണം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അതുപോലെ തന്നെ അച്ചടക്കം, അതിനോടുള്ള അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഈ ജ്ഞാനം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളിലുള്ള തിന്മകളെ നമ്മൾ ഇല്ലായ്മ ചെയ്തേ മതിയാകൂ. തിന്മയുള്ള ഹൃദയത്തിലേക്ക് ഞാൻ പറഞ്ഞു ജ്ഞാനം കടക്കുകയില്ല. അപ്പോൾ ഈ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ തിന്മയെ നമ്മൾ വെറുത്തേ മതിയാകൂ. വെറുക്കാതിരിക്കാൻ പറ്റില്ല. തിന്മയെയും നന്മയെയും നമുക്ക് ഒരേ രീതിയിൽ സ്നേഹിച്ചുകൊണ്ട് പോകാൻ കഴിയും എന്നാരും കരുതേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ പറയുന്നത് എന്താണ്? ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. ദൈവം നന്മയും മാമോൻ തിന്മയുമായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടാൻ കഴിയില്ല എന്ന് നമ്മളും പറയാറുണ്ട് മലയാളത്തിൽ. അതായത് ദൈവത്തിനും അതുപോലെ ചെകുത്താനും വേണ്ടി ഒരേ സമയം നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. ആരോടെങ്കിലും ഒരാളോട് കൂറുണ്ടായേ മതിയാകൂ. ചെകുത്താനോട് എന്ന് കൂട്ടുകൂടുന്നുവോ അന്ന് ദൈവത്തിൽ നമ്മൾ അകന്നിരിക്കും. പിന്നെ ദൈവത്തോട് കൂട്ടുവിടാൻ പറ്റില്ല. അതുപോലെ തന്നെ ദൈവത്തോടാണ് നമ്മുടെ കൂട്ട് പൂർണ്ണമായെങ്കിൽ സാത്താനോടുള്ള കൂട്ടും വിട്ടിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് 50-50 എന്നുള്ള തത്വത്തിൽ ഇവിടെ പോകാൻ പറ്റില്ല എന്നർത്ഥം. ഇത് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ ഒന്ന് വായിച്ചാൽ വളരെ രസകരമായിട്ടുള്ള ചില വിവരണങ്ങളൊക്കെ അവിടെയുണ്ട്. അധർമ്മികൾ എന്താണ് ചെയ്യുന്നത്? അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു. അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. അവർ ഈ അധർമ്മത്തോട് സഖ്യം ചെയ്യും. അധർമ്മത്തോട് സഖ്യം ചെയ്യുന്നവർ അതിനാൽ തന്നെ നശിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും. അതിന് വേറെ സംശയമൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അധർമ്മികൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ നീതിമാന്മാരെയൊക്കെ കാണുമ്പോൾ മിഥ്യാസങ്കല്പത്തിൽ മുഴുകിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവരെങ്ങനെയാണ് ഈ നീതിമാന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. അവർ പറയുകയാണ്, കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അതിനപ്പുറത്തൊന്നുമില്ല. അതാണ് നമ്മുടെ നീതി. ദൗർബല്യം പ്രയോജനരഹിതമാണെന്ന് സ്വയം തെളിയുന്നു. ദൗർബല്യം ആയിരിക്കാം, പക്ഷേ ക്ഷമിക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ അവർ ദൗർബല്യമായിട്ടാണ് കാണുക. അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് പറയുകയാണ്, നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം. അവൻ നമുക്ക് ശല്യമാണ്. അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു. നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ചിന്തകളെ അവൻ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. വ്യത്യസ്തമാണ് അവൻ്റെ ജീവിതമാർഗം. ആ മാർഗങ്ങൾ അസാധാരണവും ആണ്. അവൻ നമ്മെ അധമരായി കരുതുന്നു. നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നീതിമാൻ്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു. ദൈവം തൻ്റെ പിതാവാണെന്ന് അലഹങ്കരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വാക്കുകൾ സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും, ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം. അവൻ്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ. ചുരുക്കത്തിൽ ഈ തിന്മ ചെയ്യുന്നവരുടെ ചിന്ത എപ്പോഴും ഇങ്ങനെയാണ്. നന്മ ചെയ്യുന്നവരെ എല്ലാ തരത്തിലും പീഡിപ്പിക്കുകയും അവരെ ഈ തരത്തിലുള്ള എല്ലാ ക്രൂരതകൾക്കും അവർ വിധേയരാക്കുകയും ചെയ്യും. എന്തിനാണ് ഒരു രസമാണത്? കാരണം അവരുടെ മനസ്സിൽ ഈ ദൈവികമായ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞു. ദൈവികമായ സാന്നിധ്യം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന ചിന്തകൾ, തോന്നലുകളൊക്കെ ഈ തരത്തിലുള്ളതായിരിക്കും. നമുക്ക് നീതിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല, സത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല.
അല്ലെങ്കിൽ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നമുക്ക് അരോചകമായി മാറുകയാണ്. നമ്മളൊരു നിയമം ലംഘിക്കുന്നത്, അതിനിപ്പോൾ എന്നാ കുഴപ്പമിരിക്കുന്നത്? ഇവിടെ എല്ലാവരും നിയമം അനുസരിച്ചാണ് നടക്കുന്നത്, അവനും അവളും ഒക്കെ ലംഘിക്കുന്നില്ല, പിന്നെ എനിക്കെന്താ ലംഘിച്ചാൽ? ഈ രീതിയിൽ അവർ ചിന്തിക്കുകയും അവരുടെ നിയമലംഘനത്തെ ചോദ്യം ചെയ്യുന്നവരെ അവരില്ലായ്മ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഏറ്റവും ദുസ്സഹമായിട്ടുള്ളത് എന്താണ്? ഈ പറയുന്നവരുടെ ജീവിത ശൈലി, മാർഗം അവർ നമ്മുടേതിൽ വ്യത്യസ്തമാണ്. നമ്മൾ അധമരാണെന്ന് മറ്റൊരു കരുതുന്നു, നമ്മൾ നിയമം ലംഘിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതൊന്നും പറ്റിയല്ല. ഇവർ നിയമം ലംഘിച്ചിട്ടാണ് ഈ പറയുന്നത്, പക്ഷേ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. സമൂഹത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുക. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം എന്താണ്? അവിടുന്ന് തന്നെയാണ്. ഈ സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ആ സത്യം നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? നമ്മളിൽ ദൈവം വേണം, ദൈവത്തിൻ്റെ ഇരിപ്പിടമുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിലേക്ക് ജ്ഞാനം പ്രവേശിക്കണം, തിന്മയെ നമ്മൾ വെറുക്കണം. എങ്കിലൊക്കെ മാത്രമേ നമുക്ക് ഈ സത്യത്തെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്നും കുറ്റം പറഞ്ഞ് നടക്കുകയുള്ളൂ. നമുക്കറിയാം, രണ്ട് കൂട്ടരുടെ വഴക്ക് തീർക്കുമ്പോൾ രണ്ട് കൂട്ടർ അവരവർ പിടിച്ചോട്ട് നിൽക്കും. പക്ഷേ രണ്ടും പൂർണ്ണമായ സത്യമാകാൻ വഴിയില്ലല്ലോ. രണ്ടും പൂർണ്ണമായി തെറ്റണമെന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും വിളിച്ചിരുത്തി കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ രണ്ടു കൂട്ടരും അവരവരുടേതായ തലങ്ങളിൽ ഉറച്ചു നിൽക്കും. അവസാനം എന്ത് പറ്റും? അവരങ്ങ് നശിക്കും, അത്ര തന്നെ. അവർ നശിക്കും. കാരണം ഈ പ്രശ്നം തീർക്കാൻ ചെല്ലുന്ന ആൾക്ക് കാലാകാലത്തുള്ള അവരോട് കൂടി ഇരുന്ന് ചർച്ച ചെയ്യാനൊന്നും പറ്റില്ല. കുറേ കഴിയുമ്പോൾ അയാളുടെ വഴിക്ക് പോകും. അങ്ങനെ അവർ നശിക്കുകയും ചെയ്യും. അവസാനം ഇങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്നും വചനം പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം ഈ 2-ാം അധ്യായം 21 മുതൽ. അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി, ദുഷ്ടത അവരെ അന്ധരാക്കി, ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവരറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല, നിരപരാധർക്കുള്ള സമ്മാനം വിലവെച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. അവർ ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്യും. അല്പകാല ശിക്ഷണത്തിന് ശേഷം, ഇതെല്ലാം ഒരു ശിക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് വചനം പറയുന്നത്. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. നോക്കുക, എങ്ങനെയാണ് ദൈവം നമുക്കിതെല്ലാം അയച്ചു തരുമ്പോൾ അതിനെ കാണുന്നത്? ഉലയിൽ വെച്ച് ശുദ്ധി ചെയ്യുന്ന സ്വർണം പോലെയാണത്. ഉലയിൽ സ്വർണം വെക്കുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിലുള്ള അശുദ്ധിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് നല്ല തങ്കമായി തീരാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മൾ നല്ല ശുദ്ധിയുള്ളവരാകാൻ വേണ്ടിയാണെന്ന് മാത്രം. ഈ ഒരു തത്വം വാസ്തവത്തിൽ അധികമാർക്കും മനസ്സിലാവില്ല. ഈശോയുടെ തത്വം മനസ്സിലായാൽ മാത്രമേ ഇത് തിരിയുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നത്, വാട്സാപ്പിലോ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, ഒരു പയ്യൻ്റെ ഒരു കമൻറ്റ് കണ്ടു. കുരിശിൽ മരിച്ച ഈശോയെന്ന് എനിക്കിഷ്ടമില്ല. എനിക്ക് കുരിശിൽ മരിച്ച ഈശോയെ പിഞ്ചെല്ലാനും പറ്റില്ല. എനിക്കിഷ്ടം എപ്പോഴും ദൈവാലയത്തിൽ ചാട്ടവാറെടുത്ത ഈശോയാണ്. അത് ശരിയാണല്ലോ. നമുക്കൊക്കെ ഇഷ്ടം മറ്റുള്ളവരെ തല്ലാനാണ്. നേരെ മറിച്ച് എന്നെ തല്ലാൻ, എന്നെ തന്നെ പീഡിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല. അതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തു കാണിച്ചു തന്ന മാർഗം ആ മാർഗമല്ല. അങ്ങനെയുള്ളൊരു മാർഗത്തിലൂടെ നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാനും കഴിയില്ല. കുരിശിൽ തൂങ്ങി മരിച്ച ഈശോയെ സ്നേഹിക്കാത്ത ഒരാൾക്കും ക്രിസ്ത്യാനി എന്ന പേര് സ്വീകരിക്കാൻ കഴിയില്ല. അതിന് അർഹതയില്ല എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം.
നമുക്ക് നമ്മുടേതായ വിപ്ലവ ചിന്തയോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും, ചാട്ടവാറെടുത്ത ഈശോയാണ് എനിക്കിഷ്ടം, അത് കാണിക്കാനല്ല വന്നത്. അങ്ങനെയെങ്കിൽ ഈശോ ഈ ലോകത്തിലേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. അതുവരെയുള്ള രാജാക്കന്മാരും അല്ലാത്തവരും ഒക്കെ ഈ ചാട്ടവാറ് കൊണ്ട് തന്നെയാണ് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ചത്. അത് ശരിയാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഈശോയുടെ ജീവിതശൈലി നമുക്ക് മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പീഡനമല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പലപ്പോഴും ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് യോബിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ. അത് യഥാർത്ഥത്തിൽ ജോബിനെ ദൈവം പീഡിപ്പിച്ചതാണോ? അല്ല, പീഡിപ്പിച്ചതല്ല, നേരെ മറിച്ച് അവനെ പരീക്ഷിച്ചതാണ്. ആർക്ക് വേണ്ടിയിട്ട്? ചെകുത്താൻ വേണ്ടിയിട്ട്. ദൈവം നമ്മളെയൊക്കെ പരീക്ഷിച്ചെന്ന് വരും. നമ്മൾ എന്തുമാത്രം വിശ്വസ്തരാണോ അത്രയും നമ്മളെ പരീക്ഷിക്കും. ആര്? നമ്മളെ പരീക്ഷിക്കുന്നത് ദൈവത്തിനറിയാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് നമ്മളൊരു സാക്ഷ്യമായിട്ട് തീരുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ട് നമ്മൾ മാറുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അതായത് എൻ്റെ യഥാർത്ഥ ശിഷ്യൻ, മകൻ, മകള് എന്നെ ഉപേക്ഷിക്കില്ല. ഏത് പീഡനം ഉണ്ടായാലും ദൈവത്തെ തള്ളിപ്പറയില്ല. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണിത്, അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മാതാപിതാക്കന്മാർ, മക്കൾ, കൊച്ചുമക്കൾ പോലും ഈ മൊബൈൽ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം, അതിൻ്റെ ടെക്നിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിഥികൾ ആരെങ്കിലും വരുമ്പോൾ എന്ത് ചെയ്യുന്നതേ, എൻ്റെ കൊച്ചിനെല്ലാം അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ അതെടുത്ത് കാണിച്ചു കൊടുക്കും. അവനതെല്ലാം ചെയ്യല്ല, അവളതെല്ലാം ചെയ്യും. അതുപോലെ ഇപ്പോൾ എന്താണ്, പിള്ളേർക്ക് വേറെ വല്ല കഴിവുണ്ടെങ്കിൽ പാട്ട് പാടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം വായിക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ ആളുകളൊക്കെ വരുമ്പോൾ കാണിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കളെ, ദൈവത്തോട് വിശ്വസ്തരായ മക്കളെ നോക്കിയിട്ട് മറ്റുള്ളവർ വരുമ്പോൾ പറയുകയാണ്, എൻ്റെ മകൻ, എൻ്റെ മകളെ കണ്ടോ, അവർ നല്ല വിശ്വസ്തരാണ്, നിങ്ങളിതുപോലെ ആകുക എന്ന് പറഞ്ഞ് ദൈവം അഭിമാനം കൊള്ളുന്നതാണത്. നമ്മളതിനെ ഒരു ശിക്ഷയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷമമുണ്ടാകും. ശരിയാണത്, ഞാൻ സമ്മതിക്കുന്നു, അത് മാനുഷികമായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പ്രയാസമാണ്. അതേ സമയത്ത് ഈ ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാടിൽ അതിനെ സ്വീകരിക്കണം. ഈശോ വന്നത് എന്തിനാണ്? ഇവിടെ വന്നിട്ട് കുറച്ച് ഒരു സമുദായത്തെ ഉണ്ടാക്കി ഒരു ശക്തി കേന്ദ്രമാക്കാനെന്നുള്ളത്. നേരെ മറിച്ച് ഈ ലോകത്തിൽ മാന്യമായിട്ട് സമാധാനമായിട്ട് ജീവിച്ച് ഇതൊരു സ്വർഗമാകണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, ഏത് രീതിയിലുള്ളൊരു മാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ആ മാർഗത്തെക്കുറിച്ചായി പറയുന്നത്. അതിങ്ങനെയുള്ളതാണ്. നമ്മളിങ്ങനെ ദൈവം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കപ്പെടാൻ വിട്ടുകൊടുക്കുമ്പോൾ എന്നെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് സ്വന്തം അപ്പനെ പോലെ സ്വന്തം മകൻ നല്ല സർക്കസ് കളിക്കുന്നയാളാണെങ്കിൽ അപ്പനും മക്കളൊക്കെ സർക്കസുകാരാണ്. കൊച്ചുകുട്ടികളെ പോലും അവർ ഈ സർക്കസിൽ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിദ്യകൾ കാണിക്കാൻ വിടും. ചിലപ്പോൾ അത് താഴെ പോവും, പക്ഷേ അപ്പൻ അഭിമാനമാണ്. ആ കൊച്ചിനത് പ്രയാസമുണ്ട്, പക്ഷേ എങ്കിലും അപ്പൻ്റെ അഭിമാനബോധം ആ കുട്ടിയിലൂടെ പ്രകടമാകുന്നതാണിത്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുത്തെ വിശ്വസ്തതയുടെ അടയാളമായിട്ട് അവിടുന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വലിയ ആശയം നമ്മൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി മാറും. ഈ ലോകത്തിലെ ജീവിതം പറുദീസ സമാനമായി മാറും.